നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ജവഹർ ബാൽമഞ്ച് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി വർണ്ണോത്സവം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 17 ഞായറാഴ്ച തിരുവങ്ങാട് മഞ്ഞോടിയിലെ ലിബർട്ടി ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ നീളുന്ന കലോത്സവത്തിൽ നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തലശ്ശേരി വരുന്ന 17-ാം തീയതി തലശ്ശേരി ബ്ലോക്ക് ജവഹർ ബാൽമഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ കലാമേള നടക്കുകയാണ്. വർണ്ണോത്സവം 2024 എന്ന പേരിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. സംഘടന ബ്ലോക്ക് പരിധിയിലുള്ള 300ഓളം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നഴ്സറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾ 17 ഇനങ്ങളിലായി പ്രത്യേക സജ്ജമാക്കിയ 3 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഈ മത്സര പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ ചിത്രകാരനായ BTK അശോക് അവர்களാണ്. അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവர்களാണ്. പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ പ്രശസ്ത ചിത്രകാരൻ BTK അശോക് നിർവഹിക്കും. സമാപന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്ന 3 വേദികളിലായി 17 ഇന മത്സരങ്ങൾ നടക്കുന്നത്. നവംബർ 14 മുതൽ ഒരാഴ്ചക്കാലം നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ജവഹർ ബാലമഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ വെച്ച് 17-ാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ രാത്രി വരെ മഞ്ഞോടിയിലെ ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ ബാല കലോത്സവം നടക്കുകയാണ്. അംഗൻവാടി മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെയാണ് വിവിധ ഇനങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത്. ആ പരിപാടി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ MB അരവിന്ദാക്ഷൻ, RV രഞ്ജിത്ത്, VP പ്രമോദ്, ജതീന്ദ്രൻ കുന്നോത്ത്, K രമേശ്, M രാജീവൻ, സുശീൽ ചന്ദ്രോത്ത് എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് തലശ്ശേരി.